ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ തുടക്കം തന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ്. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തി രാത്രി വരെയുള്ള വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. ഇവരാണ് കേട്ടോ എൻ്റെ കോഡ് 7 ബഡീസ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ. ആദർശ് സാറിൻ്റെ ക്ലാസ്സും ഇവരുടെ കൂടെയുള്ള ഒരു ജേർണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. എനിക്ക് ഇവിടെ വരുന്ന വരെയുള്ള ടെൻഷനൊക്കെ മാറിയത് ആദർശ് സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത പിന്നെയാണ് കേട്ടോ. സാറിൻ്റെ സെക്ഷന് വെബ് ഡെവലപ്മെൻ്റ് ആണ്. ഇപ്പം നമ്മൾ പോർട്ട്ഫോളിയോ വെബ്സൈറ്റും ഇ-കൊമേഴ്സ് വെബ്സൈറ്റും കഴിഞ്ഞു കേട്ടോ. ഇനി നാളെ തൊട്ട് സാറിൻ്റെ ആ ഒരു സെക്ഷൻ ഇല്ല. ശരിക്കും മിസ് ചെയ്യട്ടോ സാറിൻ്റെ ക്ലാസ്. ഇനിയിപ്പോൾ SEO കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. ക്ലാസ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്ന വഴി ഉപ്പി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ. അപ്പം ഇന്നിപ്പോൾ ഉപ്പ ഇവിടെ വിരുന്നാണ്. അപ്പോൾ ഉപ്പ വരുമ്പോൾ കുറച്ച് കപ്പയും മധുരക്കിഴങ്ങും ഫിഷൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. ഇത് ചൂടോടെ ഉണ്ടാക്കി കഴിക്കാമെന്നും പറഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്ന പാടെ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണതിൻ്റെ മുന്നേ ഈ ഒരു കപ്പയും മധുരക്കിഴങ്ങൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ നേരെ വന്ന് ബാത്റൂമിൽ പോയി ഫ്രഷായി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് വൈകിട്ടാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും എൻ്റെ സോനുട്ടി നേരത്തെ വന്ന് കിച്ചണിലൊക്കെ കയറി ഉള്ള പാത്രങ്ങൾ മൊത്തം വലിച്ചിട്ടിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കുടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ ക്ലാസ് കഴിഞ്ഞ് എപ്പോഴാണ് തിരിച്ചെത്തുക, മക്കൾ വരുമ്പോഴേക്കും വരും, അവർക്ക് ഒറ്റക്കാവൂലേ എന്നുള്ളതൊക്കെ. അപ്പം ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 4:30 ആകുമ്പോഴേക്കും എത്തും കേട്ടോ. അവർ മക്കളൊക്കെ 4:45 5 മണിയൊക്കെ ആവുന്നതോട് കൂടിയിട്ടാണ് വരാറ്. അപ്പോഴേക്കും ഞാൻ മാക്സിമം എത്താറുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വൈകുകയാണെന്നുണ്ടെങ്കിലും സോനുട്ടി അവർ വരുന്നതിന് മുന്നേ വരും കേട്ടോ. ഇനിയിപ്പോൾ ഈ മീനൊന്ന് റെഡിയാക്കണം. അപ്പോൾ ഞാനിത് മീൻ കറി വെക്കാമെന്നൊക്കെ വിചാരിച്ചത്, പക്ഷെ ഉപ്പാക്ക് അത് പൊരിച്ചിട്ട് മതി എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാനതിൻ്റെ തലയും പാലും കാര്യങ്ങളൊക്കെ വേറൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് പൊരിക്കാൻ മാത്രമുള്ള പീസ് എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് മസാല ആക്കി എടുക്കണം. മീൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും പെരുംജീരകപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വിനാഗിരിയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാറാണ് കേട്ടോ. അങ്ങനെ അനുക്കുട്ടി മദ്രസ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അവൾക്കിപ്പോൾ വൈകിട്ടാണ് കേട്ടോ മദ്രസ ഉള്ളത്. അപ്പോൾ വന്ന പാടെ തന്നെ അവൾക്ക് സ്കൂളിൽ നിന്ന് എന്തോ ഒരു വേർഡ് മേക്കിങ്ങിൽ സെക്കൻഡ് കിട്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതേനു. അങ്ങനെ പൊരിക്കാനുള്ള ഈ ഒരു മീനിൽ നല്ലപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇന്നിപ്പോൾ മക്കൾ ഞാൻ എത്തുന്നതിന് മുന്നേ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലായിടും അലമ്പാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. എൻ്റെ പഠനം മക്കളുടെ പഠനം ഞാൻ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അനുക്കുട്ടി ഇപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് റൂം കോഴ്സാണ് കേട്ടോ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അക്കാദമിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷനാണ്. ഇപ്പോൾ ഇതെല്ലാ സിലബസിലും അവൈലബിൾ ആണ് കേട്ടോ. അതായത് ICSE CBSE സ്റ്റേറ്റ് പോലുള്ള എല്ലാ സിലബസിലും ഈ ഒരു ക്ലാസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടുള്ള 1-on-1 സെഷൻസ് ആണ്. അതായത് പേഴ്സണലൈസ്ഡ് ക്ലാസ്സസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ ഇവരുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നായിട്ട് അവർക്കൊരു അസസ്മെൻറ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. ആ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റിലൂടെ നമ്മുടെ കുട്ടി ഏത് സബ്ജക്റ്റിലാണ് വീക്ക് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സസ് ആണ് കേട്ടോ അവർ കുട്ടികൾക്ക് കൊടുക്കുക. ഒരു ഫ്ലെക്സിബിൾ ടൈമിലായിരിക്കും കേട്ടോ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ അക്കാദമിക് കലണ്ടർ, നോട്ട്, ഷോർട്ട് നോട്ട്, ടെർമിനൽ എക്സാം, ഓൺലൈൻ പാരന്റ് മീറ്റിംഗ്സ് ഇവയെല്ലാം ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഒരു അസസ്മെന്റ് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല. ആ ഒരു അസസ്മെന്റ് ടെസ്റ്റിലൂടെ നമ്മുടെ കുട്ടിക്ക് ബേസിക്സിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബേസിക്സ് ക്ലിയർ ചെയ്യാനുള്ള ഫൗണ്ടേഷൻ കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല 2.5 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കംപ്ലീറ്റ്ലി ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലിറ്റിൽ ജീനി എന്ന് പറയുന്ന ഒരു കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് മോണ്ടിസോറി മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും വരിക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ് ടു 20% ഡിസ്കൗണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ട്യൂഷൻ കോഴ്സസ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ വേഗം തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ ഇനി അനുക്കുട്ടിന്റെ കാര്യം ടീച്ചർ നോക്കിക്കോളും. ഞാനൊന്ന് ഫ്രഷായി വരട്ടെ, ഇപ്പോഴേ വഴുകിട്ടോ. അപ്പൊ ഇന്ന് മക്കൾ ഇട്ടിട്ടുള്ള യൂണിഫോമും ഞാനിട്ട് ഡ്രസ്സും എല്ലാം കൂടി മെഷീനിൽ കൊണ്ടുപോയി ഇട്ടിട്ട് മുകളിൽ നിന്ന് അലക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഉണങ്ങിയ ഡ്രസ്സ് എടുത്തിട്ടാണ് കേട്ടോ ഇറങ്ങി വരാറ്. ഇപ്പൊ ഡെയിലി അന്നന്ന് ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊത്തം പെൻഡിങ് ആവും. അപ്പൊ നേരം മഗ്‌രിബ് ആയിട്ടുണ്ട് കേട്ടോ. മുമ്പ് ഞാൻ
ഫുൾ ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുമ്പോൾ, അതായത് മക്കളൊക്കെ സ്കൂളിൽ പോയാൽ പിന്നെ ഫുൾ ഫ്രീ ആയിരുന്നല്ലോ, അപ്പോൾ ഉള്ളതിനേക്കാളും എൻ്റെ ലൈഫിന് ഒരു അടുക്കും ചിട്ടിയും വന്നത് ഇപ്പോൾ ഞാൻ ഒന്നുകൂടി ബിസി ആയപ്പോഴാണ് കേട്ടോ. കാരണം അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പണി കിട്ടും. പക്ഷേ എനിക്ക് എപ്പോഴും എങ്ങനെയാണെന്ന് അറിയാം, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ എൻഗേജ്ഡ് ആണെന്നുണ്ടെങ്കിലുള്ളൂ കേട്ടോ ലൈഫ് ഭയങ്കര ഒരു അടിപൊളിയായിട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ ഒന്നും ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ എല്ലാ കാര്യങ്ങളും അവിടെ ഇട്ടിട്ട് ഭയങ്കര മടി പിടിച്ച് അങ്ങനെ ഇരിക്കും. അങ്ങനെ നേരത്തെ ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന കപ്പയും മധുരക്കിഴങ്ങും ഒക്കെ കുക്കായിട്ടുണ്ട്. അപ്പം അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കൂറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഉപ്പയും ഉപ്പാൻ്റെ ഫ്രണ്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് ഉപ്പാൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, മൈമലൊക്കെ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല ഉപ്പ ഇവിടെ വിരുന്നാണ് എന്നുള്ളത്. അപ്പോൾ മക്കളെയൊക്കെ കൂട്ടിയിട്ടൊന്ന് പുറത്ത് കറങ്ങി വന്നതാണ് കേട്ടോ ഉപ്പ. നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ഫിഷ് ഞാനൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഉപ്പാക്ക് അങ്ങനെ അധികം മസാല ഒന്നും മീനിലാക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഇത് നല്ല ഫ്രഷ് മീനായതുകൊണ്ട് തന്നെ അത് അപ്പം പൊരിച്ച് കഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് അല്ലേ. അപ്പോൾ ചങ്ങാതിമാരിരുന്നിട്ട് ഭയങ്കര കറ്റടിയിലാണ് കേട്ടോ. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മെമ്മലാക്കാൻ. ഉപ്പ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ആളുടെ അടുത്തേക്ക് ഓടിപ്പോകും. എന്നിട്ട് അവിടെ പോയിട്ട് അവരുടെ വീട്ടിൽ എന്താ ഫുഡ് ഉള്ളത് വെച്ചാൽ അതൊക്കെ കഴിച്ച് അവരുടെ അടുത്ത് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വരുള്ളൂ കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരത്തെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഗസ്റ്റായിട്ട് മൈമലക്കൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ള ചോറും കറിയും അതിൻ്റെ കൂടെ ഉപ്പ കടയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ദോശയും പിന്നെന്താ ഇടിയപ്പവും കറിയും പിന്നെ ഞാൻ ഉണ്ടാക്കിയ കപ്പയും മധുരക്കിഴങ്ങും എല്ലാം അതുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഉപ്പ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴി ഉപ്പൻ്റെ കൂടെ വന്നതേനു, ഉമ്മ വന്നിട്ടില്ല. ഇപ്പോൾ കുറച്ചായിട്ട് ഞങ്ങൾ എല്ലാവരും പനി പിടിച്ചിട്ട് കുട്ടികൾക്കും എനിക്കൊന്നും വയ്യാണ്ട് കുറേ ഉപ്പാൻ്റെ അടുത്തും അവരൊക്കെ എൻ്റെ അടുത്തൊക്കെ ആയിട്ട് അങ്ങനെ പോവുമായിരുന്നു കേട്ടോ. ഈ ഒരു വ്ളോഗ് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് മുന്നേ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ആ ഒരു ഫുട്ബോൾ മാച്ചൊക്കെ നടന്ന ആ ഒരു ടൈമിൽ എടുത്തിട്ടുള്ളതായിരുന്നു. പിന്നെ എനിക്ക് വയ്യാത്തതുകൊണ്ട് എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒന്നും നടക്കാതിരുന്നതാണ്. അപ്പോൾ കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള വ്ളോഗാണ് കേട്ടോ ഇത്. ഇന്നിപ്പോൾ ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കൽ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മക്കൾ അവരുടെ ഹോംവർക്കൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ മുകളിൽ നിന്ന് കൊണ്ടുവന്ന തുണികൾ കുറച്ച് മടക്കി വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ ടൈം മാനേജ്മെൻറ്റ് മൊത്തം മാറിയിട്ടുണ്ട് കേട്ടോ. കാരണം ക്ലാസ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എനിക്ക് രാവിലെ കുറച്ച് ടൈമും പിന്നെ വൈകിട്ടുള്ള കുറച്ച് ടൈമുമാണ് കിട്ടുക. അപ്പോൾ ആ ഒരു ടൈമിലാണ് കേട്ടോ ഇപ്പോൾ ബാക്കി വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്ത് പോണത്. പക്ഷെ എന്നാലും അൽഹംദുലില്ലാഹ് നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഉപ്പയും മക്കളും ഫുട്ബോൾ മാച്ച് കാണാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അന്നിപ്പോൾ ഏതോ ഒരു ഫേവറേറ്റ് ടീമിൻ്റെ മാച്ച് നടക്കുകയാണ് കേട്ടോ. അത് ഏതാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇവിടെ 3 മക്കളും 3 ടീമാണ് കേട്ടോ. സോനു അർജൻറ്റീനയും, നൈഷുകുട്ടി ബ്രസീലും, അനു പോർച്ചുഗലാണ്, ഞാനും വിക്കും പോർച്ചുഗലാണ് കേട്ടോ. ഇവിടെ പോർച്ചുഗൽ ടീമാണ് കുറച്ച് കൂടുതലുള്ളത്, കാരണം നമ്മൾ CR7 തന്നെ. അങ്ങനെ ഇപ്പം മക്കൾ അവിടെ കളി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിനി നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി വെക്കുകയാണ് കേട്ടോ. ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെമ്മീനുണ്ട്, അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ രാവിലെ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് തന്നെ തലേദിവസം രാത്രിയിൽ ഒരുവിധമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടേ കിടക്കാറുള്ളൂ. ഇനിയിപ്പോൾ ഈ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാൻ ഒരല്പം ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും പിന്നെ മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരല്പം ഉപ്പ് എന്നിവ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ രാവിലെ മക്കളുടെ ലഞ്ച് ബോക്സിൻ്റെ കൂടെ എനിക്കും ഒരു ലഞ്ച് ബോക്സും കൂടെ ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ മൊത്തം 4 ലഞ്ച് ബോക്സ് ഫില്ല് ചെയ്യണം. കാരണം എനിക്കും ക്ലാസ് വൈകുന്നേരം വരെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കൊണ്ടുപോകാറാണ്. അതിനിടയ്ക്ക് ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ചോറ് വെക്കാൻ ഏതരിയാണ് ഉപയോഗിക്കാറ് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാൻ ജയ അരിയാണ് കേട്ടോ ഉപയോഗിക്കാറ്. ഇനിയിപ്പോൾ ചെമ്മീനൊന്ന് റോസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് വലിയ ജീരകവും കറിവേപ്പിലയും ഇട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു കടായി ഉണ്ടല്ലോ, ഇത് ഞാൻ ഇപ്രാവശ്യം നാട്ടിലുള്ള ടൈമിൽ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഇത് ട്രൈപ്ലേയിൽ വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായിയാണ്. അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു കടായിൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് പ്രിപ്പയർ ചെയ്തെടുത്താൽ ആ ഫുഡിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഇതിൽ കറ പിടിക്കുക അങ്ങനെയൊന്നുമില്ല. ഉള്ളിൽ കഴുകി കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും. നല്ലൊരു ചട്ടിയാണ് കേട്ടോ. ഞാനിത് കുറേ ആയിട്ട് ഇങ്ങനെ തപ്പി നടന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതിൻ്റെ പ്രൊഡക്റ്റ് നോക്കട്ടെ, ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അത് ആവശ്യമുള്ളവർക്ക്. അങ്ങനെ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ ഉപ്പേരിക്കുള്ള പയറൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്.
വീഡിയോയുടെ ലെങ്ത് കുറവാണ്, അത് കൂട്ടണം എന്നുള്ള നിങ്ങളുടെ റിക്വസ്റ്റ് ഞാൻ കാണാറുണ്ട് കേട്ടോ. ഇൻഷാല്ലാ നമുക്ക് സെറ്റാക്കാം. വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര ലെങ്തി ആക്കാം കേട്ടോ. പിന്നെ അത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഒരു വീഡിയോ ആക്കി വരുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് ചുരുങ്ങി പോണതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ ഏത് ടൈപ്പ് കണ്ടൻറ്റാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയണേ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ ഇൻക്ലൂഡ് ആക്കാം. അങ്ങനെ ചെമ്മീൻ അവിടെ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പയർ പൊട്ടിച്ച് ഞാനൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് കേട്ടോ. രാവിലെ ഉള്ളൂ ഇത് വേവിച്ച് തൂമിച്ചെടുക്കുക. അപ്പോൾ രാവിലത്തെ ഡ്യൂട്ടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തലേ ദിവസം രാത്രിയിൽ ഞാനിതൊക്കെ പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ആ ചെമ്മീൻ കുക്കായി വരുമ്പോൾ കുറേ വെള്ളം വരും കേട്ടോ. ഇനിയിപ്പോൾ അതിലത്തെ ആ വെള്ളമൊക്കെ വറ്റി ഒന്നിങ്ങനെ ഡ്രൈ റോസ്റ്റ് ആയിട്ട് കിട്ടണം. തലേ ദിവസം അങ്ങനെ ആക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ മീൻകറി മീൻ ഐറ്റംസൊക്കെ അങ്ങനെ വെക്കുമ്പോഴല്ലോ ഒന്നുകൂടെ ടേസ്റ്റ്. അങ്ങനെ ആ ചോറും നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് റൈസ് പോട്ടിലോട്ട് മാറ്റാം. അങ്ങനെ ഇന്നത്തെ തലേ ദിവസത്തെ പരിപാടികളൊക്കെ ഏറെക്കുറെ തീർന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെമ്മീനിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ. കിച്ചൺ ക്ലോസ് ചെയ്തിട്ട് ഞാൻ പോയി കിടക്കുകയാണ്. ഇപ്പോൾ രാത്രിയിൽ കുറച്ച് ടൈം വൈകിട്ടാണ് കേട്ടോ കിടക്കാറ്. എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോഴേക്കും ഒരു പരുവാവും.